പത്തനംതിട്ട പന്തളം നഗരസഭയിൽ ബി.ജെ.പി. കൗൺസിലർമാർക്ക് നേരെ എൽ.ഡി.എഫ്, യു.ഡി.എഫ് കൗൺസിലർമാരുടെ അതിക്രമം. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനയെ എൽ.ഡി.എഫ്, യു.ഡി.എഫ് കൗൺസിലർമാർ മർദ്ദിച്ചു. പരിക്കേറ്റ ബി.ജെ.പി. കൗൺസിലർ സീനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മിഥുൻ, ഈ വിഷയത്തിൽ എന്ത് നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോൾ നിലവിൽ മർദ്ദനമേറ്റ കൗൺസിലറുടെ ആരോഗ്യനില എങ്ങനെയാണ്? ദേവിക, മർദ്ദനമേറ്റ കൗൺസിലറെ പത്തനംതിട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോഴും ചികിത്സയിൽ തുടർന്നു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനയാണ് എൽ.ഡി.എഫ്, യു.ഡി.എഫ് കൗൺസിലർമാർ മർദ്ദിച്ചത്. നഗരസഭാ കൗൺസിൽ യോഗത്തിന് ശേഷമായിരുന്നു മർദ്ദനം. നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പന്തളത്തെ ഒരു പൊതു ശ്മശാനവുമായി ബന്ധപ്പെട്ടുള്ള DPR ഭരണപക്ഷം അവതരിപ്പിച്ചു. ഇതിനെതിരെ പ്രതിപക്ഷം ബഹളവുമായി ഇറങ്ങി. പിന്നീട് പ്രതിപക്ഷം നടുത്തളത്തിൽ ഇറങ്ങിക്കൊണ്ട് നഗരസഭാ കൗൺസിൽ യോഗം തടസ്സപ്പെടുത്തുകയായിരുന്നു. ഇങ്ങനെ പൂർണ്ണമായിട്ടും നഗരസഭാ കൗൺസിൽ യോഗം തടസ്സപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു എൽ.ഡി.എഫ്, യു.ഡി.എഫ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ഈ ബി.ജെ.പി. കൗൺസിലർക്ക് നേരെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അടക്കമുള്ള മറ്റ് ബി.ജെ.പി. കൗൺസിലർമാർക്ക് നേരെ മർദ്ദനം നടത്തിക്കൊണ്ടുള്ള അതിക്രമം ഉണ്ടായത്. ഇത് മാത്രമല്ല, പുരുഷ കൗൺസിലർമാർ എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും ഭാഗത്തു നിന്നുള്ള പുരുഷ കൗൺസിലർമാർ ബി.ജെ.പി. സ്ത്രീ കൗൺസിലർമാരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പരിഹസിക്കുകയും അത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുകയും പദപ്രയോഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തു എന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. ഈ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനയുടെ കൈക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഈ നഗരസഭാ ഹാളിനോട് ചേർന്ന ഗ്രില്ലിന്റെ ഭാഗത്ത് നിൽക്കുകയായിരുന്ന സീനയെ പിടിച്ചു തള്ളുകയും സീനയുടെ കൈ ഗ്രില്ലിനിടയിൽ കുടുങ്ങുകയും പരിക്കേൽക്കുകയുമായിരുന്നു. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സംഭവത്തെ തുടർന്ന് പന്തളത്ത് ബി.ജെ.പി. കൗൺസിലർമാർ പന്തളം നഗരത്തിൽ പ്രതിഷേധ പ്രകടനം ഇന്ന് ഉച്ചയ്ക്ക് നടത്തുകയും ചെയ്തു. ഇന്ന് വൈകിട്ട് ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പന്തളത്ത് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പന്തളം ഭരിക്കുന്ന ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പി. നഗരസഭയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന വികസന പദ്ധതികൾക്കെതിരെ എൽ.ഡി.എഫും യു.ഡി.എഫും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ചെറുത്തുനിൽപ്പ് നടത്തി അതിനെല്ലാം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ, ജനകീയ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ്. ഇവിടെ പൊതു ശ്മശാനം കൊണ്ടുവരാൻ ബി.ജെ.പി. നഗരസഭ ശ്രമിക്കുകയും അതിനെതിരെ എൽ.ഡി.എഫും യു.ഡി.എഫും ഒന്നിച്ചു നിന്ന് പ്രതിഷേധിക്കുകയും കൗൺസിലർമാർക്ക് നേരെ ബി.ജെ.പിയുടെ കൗൺസിലർമാർക്ക് നേരെ ഇത്തരത്തിലുള്ള മർദ്ദനം അഴിച്ചുവിടുകയും അക്രമം അഴിച്ചുവിടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ദേവിക. ശരി മിഥുൻ.